ശ്രീമന്നാരായണീയം ദശകം 17 ശ്ലോകം 10-11. യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരതോ മനൂത്യാ ശാന്ത്യാ പ്രസന്നഹൃദയാദ്ധനദാദുപേതാദ് ത്വദ്ഭക്തിമേവ സുദൃഢാമവൃണോന്മഹാത്മാ അന്തെ ഭവത്പുരുഷനീതവിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യജനപാലനലോലധീസ്ത്വം വാതാലയാധിപനിരുന്തി മമാമയൗഘാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യക്ഷേണ ദേവ നിഹതേ പുനഃ പ്ലസ് ഉത്തമേ പ്ലസ് അസ്മിൻ പുനരുത്തമേസ്മിൻ യക്ഷൈഃ സഹ യുദ്ധനിരതഃ വിരതഃ മനൂത്യാ യക്ഷൈഃ സയുദ്ധനിരതോ വിരതോ മനൂത്യാ ശാന്ത്യാ പ്രസന്നഹൃദയാത് പ്ലസ് ധനദാത് പ്ലസ് ഉപേതാത് പ്രസന്നഹൃദയാദ്ധനദാദുപേതാത് പ്രസന്നഹൃദയാദ്ധനദാദുപേതാത് ത്വദ്ഭക്തിം പ്ലസ് ഏവ ത്വദ്ഭക്തിമേവ സുദൃഢാം പ്ലസ് ആവൃണോത് പ്ലസ് മഹാത്മാ സുദൃഢാമവൃണോന്മഹാത്മാ സുദൃഢാമവൃണോന്മഹാത്മാ അന്തേ ഭവത്പുരുഷനീതവിമാനയാതഃ മാത്രാ സമം ധ്രുവപദേ മുദിതഃ അയം ആസ്തേ. ഭവത്പുരുഷനീതവിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുദിതോയമാസ്തേ. ഏവം സ്വഭൃത്യ ജനപാലനലോലധീഃ ത്വം സ്വഭൃത്യജനപാലനലോലധീസ്ത്വം വാതാലയാധിപ നിരുന്തി മമ ആമയൗഘാൻ മമ ആമയൗഘാൻ. ഹരേ കൃഷ്ണ. இதுக்கு முன்னாடி இருந்த ஸ்லோகத்தில் நம்ம பார்த்தோம், ധ്രുവന് രാജാവ് അഭിഷേകം பண்ணி இந்த உத்தானபாத மகாராஜா காட்டுக்கு போனார். காட்டுல போய் அந்த வானப்பிரஸ்தாசிரமம் பண்ணி பகவான்கிட்ட போய் சேர்ந்தார். அதுக்கப்புறம் என்னாச்சு, உத்தமனும் சுருச்சியும் இருக்கா. சுருச்சி முதல்லே சொன்னாலியா, உனக்கெல்லாம் இந்த அப்பாவோட மடியும் கிடையாது, இந்த சிம்ஹாசனமும் கிடையாது சொன்னா. இப்போ സുരുചിയോട് പിള്ളേ ഉത്തമൻ ഇരിക്കാൻ അവനിരിക്കാത്ത ഇവന് ധ്രുവന് രാജാ അഭിഷേകം പണിയാച്ചു. இப்போ என்னாச்சு அந்த உத்தமனுக்குங்கிறதாக அடுத்ததில் சொல்றா. ஹே தேவா புனः அஸ்மின் உத்தமே யக்ஷேண நிஹதே சதி சஹ யக்ஷைः யுத்தநிரதः മനൂത്യാ വിരതഃ. ഒരിക്ക പുനഃ ഒരിക്ക അസ്മിൻ ഉത്തമേ ഉത്തമൻ യക്ഷന്മാരോട് യക്ഷന്മാരോട് എന്താ അടുത്തേക്ക് എങ്കിയോ പോയപ്പോൾ ഒരു യക്ഷൻ ഇരിക്കെ ഉത്തമന് വധം പണിവിട്ട ഉടനെ മുന്നാടി എനിക്ക് இந்த ഉത്തമനും അവ അമ്മ സുനീതിയും എങ്കട്ട അന്നേക്ക് മിസ്ബിഹേവ് പണിയിരിക്ക അപ്പടിന്നെല്ലാം നനയ്ക്കല്ലേ ധ്രുവൻ. ധ്രുവൻ ഇരിക്കെ പോയി എന്താ ഉത്തമനെ കൊന്ന യക്ഷന്മാരെ പൂര വംശത്തെ പൂര നമുക്ക് വധം പണിയും ചൊല്ലി അപ്പടി ഒരു യുദ്ധം പണിനാര. സാധാരണ ആളുകൾ തന്നെ നെനപ്പാ എനിക്കന്നേക്ക് അവ തന്താലിയ അവൾക്ക് അപ്പിടിത്തം വേണം അപ്പടിന്ന് നെനപ്പ.
അപ്പോൾ அந்த ഭഗവാനെ ഭജിക്കപ്പെട്ടവാൾക്ക് அந்த மாதிரி ഒരു മനസ്സിരിക്കാതെ അവ നമ്മളുടെ എപ്പിടി ഇരുന്നാലും പറവാല് നമ്മൾ അനുഭവിക്ക വേണ്ടിയോ നമ്മൾ അനുഭവിക്കണം. അവ ചൊന്നതുനാല് ഇത് വരലങ്കര ഒരെണ്ണം ഭഗവത് ഭക്തന്മാർക്ക് വരണങ്കരതാക്ക് ഇങ്ങനെ കാട്ടിത്തറ. അപ്പൊ എന്താ യക്ഷന്മാരെ പൂര പിടി വധം മണ്ണിനപ്പോ ധനധൻ കുബേരൻ യക്ഷന്മാരോട് രാജാവാക്കും കുബേരൻ. കുബേരൻ തെരിയുമേ എല്ലാ ധനത്തോടും അധിപതിയാക്കും കുബേരൻ. എന്താ കുബേരൻ വന്ന് ചൊല്ലറ നിറയെ ഓഫർ കൊടുക്കറ. നിങ്ങൾ യുദ്ധത്തെ ധ്രുവ നിർത്തിയോളൂ, അവനൊക്കെ അത് തറ ഇത് തറ എന്നെല്ലാമോ ഓഫർ കൊടുക്കറ. എനിക്ക് അതെല്ലാം മുടിയാത്. എന്നോട് സഹോദരനാണ് ഉത്തമന് ഒരു യക്ഷം വധം പണിയിരിക്കാർ. അത് യക്ഷനോട് കുലത്തെ ഞാൻ ഇന്ത്യ ഇല്ലാതെക്കാക്കുവേൻ അപ്പടി ചൊന്നതും വൈശ്രവണനുക്ക് രൊമ്പ വൈശ്രവണൻ ചൊല്ലപ്പെട്ടത് ആരൊക്കെ എന്താ ധനധൻ, വൈശ്രവണൻ, കുബേരൻ എല്ലാം ഒരേ ആളുകൾ ഒരേ പേരുകളോട് പര്യായ പദങ്ങളാക്കും. ഇപ്പോൾ രൊമ്പ യുദ്ധം പണിനപ്പോൾ കടശിയിൽ താത്താവാന സ്വയംഭൂവ മനുവേ വര എന്നിട്ട് പേരൻ്റെ ചൊറ ഇല്ല. ഇപ്പം ഒരാളൊരു തപ്പ് പണിനാ ചൊല്ലി ഏതോ ഒരാൾ തപ്പ് പണിനാ ചൊല്ലി അന്ത കുലത്തെ പൂര നീ അഴിக்கிறதுக்கு உனக்கு அர்ஹதை கிடையாது, நீ அப்படியெல்லாம் பண்ணாதே, நீ ഭഗവാന് 5 വയസ്സിൽ ഭഗവാനെ പാത്തവനാക്കും, അപ്പടി ഇരിക്കപ്പെട്ട നീ ക്ഷമ വരണം, നിനക്ക് ക്ഷമാശീലം വേണം, ശമദമം അതെല്ലാം വരണം. അപ്പോൾ നീ ഇരിക്കെ എന്താ ഇതിലേത് തിരുമ്പി പോകണം, എന്താ യുദ്ധത്തെ കണ്ടിന്യൂ പണ്ണപ്പെടാതെ ചെന്നത്. താത്ത ചെന്നപ്പോൾ ഉടനെ കേട്ടുട്ട താത്താട്ട തിരുപ്പിയോ അവങ്ങൾക്ക് എന്നെ തരികം അന്നേക്ക് എന്നെ ഇപ്പടിയെല്ലാം കഷ്ടപ്പെടുത്തിരിക്ക അപ്പടിയെല്ലാം ചൊല്ലല്ലേ. താത്ത ചൊന്ന പെരിവാ ചൊന്ന വാർത്തയെ വെച്ചത് അതിലെന്ത് തിരുമ്പി വന്നുട്ട. ശാന്ത്യാ പ്രസന്ന മനൂക്ത്യാ വിരത മനു ചൊന്നതും അതിലേന്ത് തിരുപ്പി വിരമിച്ച് എന്താ യുദ്ധത്തിലേന്ത് വെളിയിൽ വന്നാൽ ശാന്ത്യാ പ്രസന്ന ഹൃദയാത് ഉപേതാത് ധനതാത് ഉടനെ ഇത് പാത്തതും அந்த ക്ഷമാശീലം താത്താ ചൊന്നതും ഉടനെ അത് കേട്ടാറും കറന്ന ക്ഷമാശീലത്തെ പാത്ത് വൈശ്രവണനുക്ക് ரொம்ப സന്തോഷമാച്ച നിറയെ ധനമെല്ലാം കൊടുത്താരാ. അതുക്കപ്പുറം മഹാത്മാ ധനതാത് മഹാത്മാ സുദൃഢാം ഭക്തിമേവ ആവൃണോത് ആശീർവാദവും കൊടുത്താലാം എന്നത് അചഞ്ചലமான ഭഗവത് ഭക്തി കടക്കട്ടും അപ്പടിന്ന് ആശീർവാദം കൊടുത്ത കേട്ടാന്നും ചൊല്ലുക. ഭഗവത് ഭക്തി വേണം, അത് എനിക്ക് പോരും, എനിക്ക് എന്താ പൈസ എല്ലാം വേണ്ട, അചഞ്ചലமான ഭഗവത് ഭക്തി പോരുങ്കറ മാതിരി താത്താട്ടേയും അതേമാതിരി അന്ത ധനധന്റെയും കുബേരന്റെയും കേട്ടാർ. അന്തേ അയം ഭവത് പുരുഷനീത വിമാനയാത. ശരി, അതെല്ലാം കഴിഞ്ഞ് തിരുപ്പിങ്ക വന്ന് അവർ ധ്രുവൻ എന്താ തന്നോട് ഭഗവാൻ ചെന്ന 36,000 വർഷക്കാലം എന്താ രാജ്യത്തെ ഭരിച്ച് എല്ലാം കഴിഞ്ഞ് തന്നോട് എന്താ വിഷയങ്ങളാக ഇരിക്കപ്പെട്ട அந்த ജീവിതത്തെ എല്ലാം മുടിച്ചത് കടശി കാലം അന്തേ അയം അവസാന കാലം വന്നപ്പോ ഭവത് പുരുഷനീത വിമാനയാഗ ഭഗവാനോടെ ആശ്രിതൻ അതായത് ചതുർബാഹുവാ വരപ്പെട്ട പാർഷദന്മാർ വന്ന് ഒരു വിമാനത്തില് ധ്രുവന് ഏത്തിന്തു പോറാ ഉടലോടുകൂടിയേക്കും പുറപ്പെട്ടത്. മൃത്യുവോട് തലേല മെതിച്ചും തന്ത വിമാനത്തിലെ മൃത്യു വരുവാളം അന്ത സമയം അന്തേ അന്തകാലമാഹ സമയത്തിലെ മൃത്യു വരുക. മൃത്യു വന്ന് ഇവരെ പിടിக்கிறதுக்கு മുന്നാടി മൃത്യുവോട് തലേല മെതിച്ചും തന്ത വിമാനത്തിൽ ഏറിന അപ്പടിന്ന് ചൊല്ലുക. അപ്പടി അന്ത വിമാനത്തിലേറി മാത്രാ സമയം ധ്രുവപദേ മുദിത ആസ്തേ இந்த ധ്രുവലോകത്തിലെ സന്തുഷ്ടന ഇന്നേക്കും ഇരിക്കാം. അപ്പം അതേറത്തെ
ഒരു നിമിഷം കേപ്പരം ധ്രുവൻ എനിക്ക് ഇന്ത മൃത്യുവ കൂടി ജയിച്ച് ഒരു ധ്രുവപദം കടക്കണമാനാന അതുക്ക് എന്നോട് അമ്മ സുനീതിയാക്കും ഇതൊക്കെല്ലാം കാരണം. അപ്പോ அந்த அம்மா எங்க சொல்லி கேட்கறது முன்னாடி பகவான்டே கேட்டிருப்பாரு எனக்கு என்னோட அம்மாக்கும் இது கிடைக்கணும் சொல்லி. இப்போ முன்னாடி அந்த இன்னொரு விமானத்தில் அம்மாவுக்கும் அந்த ധ്രുവപദം கிடைக்கிறது. இந்த സുരുചി ഉത്തമനെ തേടി ധ്രുവൻ യുദ്ധത്തിൽ പോയ സമയത്തിൽ ഉത്തമനെ തേടി എங்கேயோ കാട്ടിൽ പോകலாம். அங்கே ஏதோ காட்டு തീയില പോയിട്ട് അവളും കാലമായിടുക அப்படின்னு ചൊല്ലുക. அந்த ധ്രുവപദത്തില് സ്ഥിരമാ നക്ഷത്ര രൂപത്തില് ധ്രുവൻ ഇരിക്കാൻ ഏവം സ്വകൃത്യ ജനപാലന ലോലധീഹിത്വം இந்த மாதிரி ഭക്താളെല്ലാം സംരക്ഷിക്കപ്പെട്ട ഭഗവാനെ, ഹേ ഗുരുവായൂരപ്പ, മമ അമ്മയൗഖാൻ നിരുതി, എന്നോട് രോഗങ്ങളെല്ലാം, ഔഖാജന ഗ്രൂപ്പ്, ഒരു കൂട്ടം, നിറയെ തരത്തിലുള്ള രോഗങ്ങൾ ഇരിക്ക്. ശരീരത്തിക്കുള്ള രോഗങ്ങൾ ഇരിക്ക്, മനസ്സുക്കുള്ള വേറെ രോഗങ്ങൾ ഇരിക്ക്. എന്നെല്ലാം രോഗങ്ങൾ അസൂയ, കുശുമ്പ്, കുനിഷ്ട് இந்த மாதிரிയുള്ള രോഗങ്ങളെല്ലാം മനസ്സുക്കുള്ളയും ഇരിക്ക്. அந்த എല്ലാത്തരം രോഗങ്ങളെയും മാറ്റിത്തരണമേ, തീർത്തു തരണമേ ഗുരുവായൂരപ്പ ചൊല്ലി പ്രാർത്ഥന പണിത് ദശകത്തെ ഒടിച്ചു. ഹരേ കൃഷ്ണ.